ഈ ദുആയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം. അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വ ശഅബാന വ റമളാന. റമളാനിലും ബർക്കത്ത് ചെയ്യണേ എന്ന് എന്തുകൊണ്ടാണ് ദുആ ചെയ്യാത്തത് എന്നാണ് സംശയം. അതെ, റമളാനിൽ ബർക്കത്ത് വേണ്ടേ? അല്ലാഹുമ്മ ബാരിക് ലന ഫി റജബിൻ വ ശഅബാന. പിന്നെ നമ്മൾ പറയുന്നത് വ ബല്ലിഗ്ന റമളാന. അപ്പോൾ റമളാനിൽ ബർക്കത്ത് വേണ്ടേ? ആ സംശയം അത് ചിലരൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ചിലരുടെയൊക്കെ മനസ്സിലുള്ള ഒരു സംശയമാണ്. വാസ്തവത്തിൽ ഈ ദുആയ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി ഉദ്ധരിക്കപ്പെട്ട മൗസൂറായ ഒരു ദുആ ആണല്ലോ. മൗസൂറായ ദുആ ആവുമ്പോൾ പിന്നെ എന്തായിരിക്കും അതിൻ്റെ രഹസ്യം എന്നാണ് ആ സംശയത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം വരുന്നത്. അതിന് പല മറുപടികളും ശാരീഹ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശാരീഹ്യങ്ങൾ പറഞ്ഞ മറുപടി ആദ്യം ഒന്ന് വായിക്കാം നമുക്ക്. ജാമിഉ സഗീറിൻ്റെ തൻവീർ എന്ന് പറഞ്ഞ ഷർഹിൽ അമീർ സ്വനാനി എഴുതിയ 1182 വർഷം വഫാത്തായ അമീർ സ്വനാനി എഴുതിയ തൻവീർ എന്ന് പറഞ്ഞ ഷർഹിൽ 8390 അതിൽ ബല്ലിഗ്ന റമളാൻ എന്ന് പറഞ്ഞെടുത്ത് അവർ ഷർഹ് എഴുതിയിട്ടുണ്ട്. എന്താ ബല്ലിഗ്ന റമളാൻ എന്ന് പറഞ്ഞ് റമളാൻ എന്ന് പറയാതെ ലി അന്നഹു ഷഹറുൻ ബൂരിക ഫീ. റമളാനിൽ തന്നെ അത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ബർക്കത്ത് നിറഞ്ഞൊരു മാസമാണ്. ഫലാ യുത്ലബു ഇല്ലാ ബലാഗുഹു. പിന്നെ ആ റമളാനിൽ എനിക്ക് എത്തിച്ചു തരണേ, ഞാനതിൽ ഉണ്ടാവണേ എന്ന് ദ്വാരക്കേണ്ടേ ഉള്ളൂ. ലിയഫൂസ ബി അജ്രി സുയാമിഹി വ ഖിയാമിഹി. ആ മാസത്തിലെ സുയാമും ഖിയാമും ഒക്കെ അവന് കിട്ടാൻ വേണ്ടി എനിക്കത് എത്തിച്ചു തരണേ എന്ന് ദുആ ചെയ്യേണ്ടതുള്ളൂ എന്ന് അവർ പറഞ്ഞതായി കാണാം. അതുപോലെ മിർഖാത്തുൽ മഫാത്തിഹിൽ മിഷ്കാത്തിൻ്റെ ഷറഹിൽ മുല്ല അലീനിൽ ഖാരി പറഞ്ഞ് 4365 പേജിൽ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ ഇത് ഫീഹി ഈമാഉൻ ഇലാ അന്ന റമളാന മിൻ അസ്ലിഹി മുബാറക്കുൻ. റമളാന് അതിൻ്റെ അസ്ലിൽ തന്നെ അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അത് ബർക്കത്ത്. അല്ലാഹു തആല അങ്ങനെയാണ് അതിനെ പഠിച്ചിട്ടുള്ളത്, മുബാറക്കാണ്. ഫലാ യുഹ്താജു ഇല ദുആഇ. റമളാന് ബർക്കത്തിന് വേണ്ടി ദുആയിക്കേണ്ട ആവശ്യമില്ല. ഫഇന്നഹു തഹ്സീലുൽ ഹാസിലി. അത് തഹ്സീലുൽ ഹാസിലല്ലേ, അത് ലഭിച്ചതിനെ വീണ്ടും ലഭ്യമാക്കലല്ലേ. ലഭിച്ചതിനെ ലഭ്യമാക്കാൻ കഴിയുമല്ലോ, ലഭിക്കാത്തതിനെ നമ്മൾ ലഭ്യമാക്കുള്ളല്ലോ. ലാക്കിൻ കദിയുക്കാലു ലാ മാനിയ മിൻ ഖബൂലി സിയാദത്തുൽ ബറക്ക. റമളാനിൽ ബർക്കത്ത് നേരത്തെ ഉണ്ടെങ്കിലും വീണ്ടും ബാരിക് ലനാ ഫി റമളാൻ എന്ന് പറയാ, അതിൽ സിയാദത്തുൽ ബർക്കത്തിന് വേണ്ടി എന്ന് ഒരു സാധ്യത മിർഖാത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മൾ സിയാദിൽ നിന്നും അനസ് റളിയല്ലാഹു നിന്നും ഉദ്ധരിക്കുന്ന ഇതേ ഹദീസ് മുസ്നദ് അഹമ്മദിൽ മറ്റു ഒരു ഹദീസിൻ്റെ കിതാബിലും ഇല്ലാത്ത വിധത്തിൽ ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടെയാണ് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലുള്ളത് കാനൻ നബി, ഇതേ റിപ്പോർട്ട് തന്നെ സനദ് തന്നെ, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബുൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബാരിക് ലനാ ഫി റമളാൻ എന്നാണ് മുസ്നദ് അഹമ്മദിലുള്ളത്. അപ്പോൾ റമളാനിൽ ബർക്കത്ത് ചെയ്യണേന്ന് അതിലുണ്ട്. പക്ഷേ അത് എങ്ങനെ മുസ്നദ് അഹമ്മദിൽ അങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയില്ല. കാരണം മറ്റു എല്ലാ ഹദീസിൻ്റെ കിതാബിലും നമ്മൾ പരിചയത്തൊക്കെ കാണുന്നത് ബല്ലിഗ്ന റമളാൻ എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് ദുആ ചെയ്യാൻ വേണ്ടി ഈ മുസ്നദ് അഹമ്മദിലുള്ള റിപ്പോർട്ട് എടുക്കണ്ട. ദുആ ചെയ്യാൻ വേണ്ടി അധിക കിതാബുകളിലുള്ള ബല്ലിഗ്ന റമളാൻ എന്നുള്ള റിപ്പോർട്ട് എടുക്കാം. അപ്പോൾ പിന്നെ എന്തായിരിക്കും അതിൻ്റെ സിറ്? അതിൻ്റെ ഒരു സിറ് ഇവർ സൂചിപ്പിച്ചു, റമളാനിൽ ബർക്കത്ത് ഉണ്ടായതുകൊണ്ട്. പക്ഷെ അതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു സിറ് റജബിൽ ബർക്കത്ത് ചെയ്യണേ, റമളാനിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് പറയുന്നത് അത് പിന്നെ പൊതുവേ ഉള്ള ബർക്കത്തല്ല. സാധാരണ നമ്മൾ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ആ ബർക്കത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ആത്മീയ അഭിവൃദ്ധി എന്നാണ്. ഈ ആത്മീയ അഭിവൃദ്ധി പൊതുവെയുള്ള ആത്മീയ അഭിവൃദ്ധി അല്ല റജബിൽ തേടപ്പെടുന്ന ബർക്കത്തും ഷഅബാനിൽ തേടപ്പെടുന്ന ബർക്കത്തും. അതൊരു പ്രത്യേക ബർക്കത്താണ്. അപ്പോൾ ആ പ്രത്യേക ബർക്കത്ത് റജബിൽ തരണേ, പ്രത്യേക ബർക്കത്ത് ഷഅബാൻ്റെ പ്രത്യേക ബർക്കത്ത് ഷഅബാനിലും തരണേ. ആ രണ്ട് ബർക്കത്ത് പ്രത്യേകം ചോദിച്ചാൽ പിന്നെ അത് ഇവിടെ റമളാനിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. റമളാനിൽ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോമ്പും ഖിയാമുമാണ്, വിശുദ്ധ ഖുർആൻ ഓത്തൊക്കെയാണ്. അത് ബല്ലിഗ്ന റമളാൻ എന്ന് പറഞ്ഞാലും മതി. ഈ റജബിലെയും ഷഅബാനിലെയും പ്രത്യേക ബർക്കത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെ, റജബിലെയും ഷഅബാനിലെയും പ്രത്യേക ബർക്കത്ത് എന്താണ് എന്നുള്ളത്
പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ല അഭിപ്രായം, ഒരു പ്രബലമായി തോന്നുന്നതും നമുക്ക് അമലിൽ കൊണ്ടുവരാൻ പറ്റുന്നതും ദുആ ചെയ്യുമ്പോഴൊക്കെ ആ ഒരർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പഠിച്ചവനോട് നമ്മൾ പഠിച്ചവനെ റജബിൻ്റെ ബർക്കത്ത് തരണേ, ഷാബാൻ്റെ ബർക്കത്ത് തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടതുമായ ഒരു മീനിങ് നമുക്ക് മനസ്സിലാകുന്നത്, ഉലമാ പറഞ്ഞതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് സുബുദത്തുൽ വായിലീൻ ഫി ബയാനി കലാമി റബ്ബിൽ ആലമീൻ വഹാദീസ് സയ്യിദുൽ മുർസലീൻ എന്ന് പറഞ്ഞ കിതാബിൽ, അതൊരു വയലിൻ്റെ കിതാബാണ്. ആ കിതാബിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ആ കിതാബിൽ നിന്ന് ദുർറത്തുൻ നാസി എന്ന് പറഞ്ഞ വയൽ കിതാബുണ്ടല്ലോ, സാധാരണ മൗലവിമാരൊക്കെ ഉദ്ധരിക്കാറുള്ള ദുർറത്തുൻ നാസി എന്ന് പറഞ്ഞ കിതാബ് ഉസ്മാനുൽ ഖൂബവി അർ റൂമി അൽ ഹനഫി, റോമക്കാരനായ ഉസ്മാനുൽ ഖൂബവിൻ്റെ കിതാബാണ് ദുർറത്തുൻ നാസീൻ. അദ്ദേഹം 1241 വഫാത്തായത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ദുർറത്തുൻ നാസീൻ ഞാൻ ഉദ്ധരിക്കാറില്ല എവിടെയും. കാരണം നമ്മൾ വയൽ പറയുന്നിടത്തോ മറ്റു കിതാബിലോ അത് ഉദ്ധരിക്കാറില്ല. അത് ഉദ്ധരിക്കാവുന്നതല്ല. അത്രയും ചീപ്പായ കുറേ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ് ദുർറത്തുൻ നാസീൻ. മൗലു ആയ വ്യാജ ഹദീസുകൾ, അതിൽ ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ട് ഓരോ വിഷയത്തിനും കുറേ ഹദീസും ചരിത്രങ്ങളും ഖുറാനും ഒക്കെ കൊടുക്കും. അതിൽ സ്വീകരിക്കാവുന്ന ചിലത് ബൈലാ ഇമാമിൻ്റെ തഫ്സീറിൽ നിന്നും, അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ സുബദത്തുൽ വായിലീനിലുള്ളതെല്ലാം അംഗീകരിക്കപ്പെടാവുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. സുബദത്തുൽ വായിലീനിൽ അംഗീകരിക്കപ്പെടാവുന്നതും ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗം അതിൽ അംഗീകരിക്കപ്പെടാവുന്നതുണ്ട്. പക്ഷേ അതിൽ 3/4 ഭാഗവും ആ കിതാബിലുള്ളത് നമുക്ക് പുറത്ത് വയൽ പറയുന്നയാളത്ത് ഉദ്ധരിക്കാൻ പറ്റിയ ഹദീസുകളല്ല. ഷദീദുൽ അഫായതും മൗലൂ ആയതും പിന്നെ അതിൽ പറഞ്ഞ ചരിത്രങ്ങൾ, പിന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്ന ചരിത്രങ്ങളൊക്കെ ധാരാളം അതിലുണ്ട്. അതൊരു കിതാബിൽ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അത് വയൽ പറയാനും പ്രസംഗിക്കാനും ചില ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് വളരെ മോശമാണ്, അപകടകരമാണ്, അപലപനീയമാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദുർറത്തുൻ നാസിഹിൽ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി ദുർറത്തുൻ നാസിഹിലാണ് അത് കാണുന്നത്. പിന്നീടാണ് സുബദത്തുൽ വായിലീൻ നോക്കുമ്പോൾ സുബദത്തുൽ വായിലീനിലും കാണുന്നത്. സുബദത്തുൽ വായിലീനിൽ അത് സൂഫിയത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആ വിഷയം നമ്മൾ വിലയിരുത്തുമ്പോൾ അത് റെഡിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കേവലം ദുർറത്തുൻ നാസിഹിൽ പോലത്തെ കിതാബുകളിൽ പറഞ്ഞ ഒരു ഉദ്ധരണിയായി തള്ളപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സുബദത്തുൽ വായിലീനിൽ പറഞ്ഞത് റജബുൻ ലി തത്വഹീരിൽ ബദനി. റജബ്, ഞാൻ ഇബാറത്ത് പിന്നെ വായിക്കാം. റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് റമദാന്, ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുമ്പോൾ തന്നെ റജബ് മാസം ഉദിച്ചാൽ ഈ ദുആ തുടങ്ങിയല്ലോ, സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കതിന് മനസ്സിലാകുന്നത് ഇത് റമദാന് വബല്ലിഗ്നാ റമദാൻ അവസാനം പറയുന്നത് റമദാനൊക്കെ എത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്റ്റഡി ആവാനാണ് ഈ പ്രാർത്ഥന, റമദാനിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനാണ് ഈ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹിൻ്റെ ആ ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ ഒരുക്കങ്ങൾ? റമദാനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വലിയ റൂഹിയായ ആത്മീയമായ ചൈതന്യവും അൻവാറുകളും അവരുടെ ലാഹിറിലും ബാത്തിനിലും അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്ന 11 മാസം അത് നിലനിൽക്കും വിധത്തിലുള്ള ചൈതന്യം അല്ലാഹു തആല റമദാനിൽ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങുന്നവരാരാന്നുള്ളതാണ്, അത് വാങ്ങിയവർക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ, അത് വാങ്ങാൻ കഴിയണമെങ്കിൽ റജബിൽ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങേണ്ടത്? റജബിൽ തത്വഹീറുൽ ബദൻ, ശരീരത്തെ വൃത്തിയാക്കണം. ശരീരത്തെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ തത്വഹീറുൽ ജവാരിഹ്, ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന തെറ്റിൽ നിന്ന് മുക്താവണം. നമ്മളെ കൈക്കാലുകൾ, കാത്, കണ്ണ് തുടങ്ങിയ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് മുക്തമായി ആ ആദ്യ രാത്രി തന്നെ അല്ലെങ്കിൽ റജബിൻ്റെ ആദ്യ ദിവസം തന്നെ അങ്ങനെ നമ്മൾ വിട്ടുനിന്ന് തൗബ ചെയ്ത് പിന്നെ ആ തൗബക്ക് വിഘാതമാകുന്ന മറ്റു ചലനങ്ങൾ തീരെ റജബ് അവസാനം വരെ ഉണ്ടാവാതെ നിന്ന് കൊടുത്താൽ നമുക്ക് റജബിൻ്റെ ആ വിശുദ്ധി, ആ ബർക്കത്ത് ലഭിച്ചു. അങ്ങനെ റജബ് ഒരു മാസം ആ വിശുദ്ധി നാം കൈവരിക്കുമ്പോഴാണ് ആ മനുഷ്യനൊരു ചിന്ത ഉണ്ടാകുക, ഞാനിപ്പോൾ ഈ വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ വിട്ടുന്നു, പക്ഷേ എൻ്റെ കൽബ് മോശമാണല്ലോ, എൻ്റെ കൽബിൽ കിബിറുണ്ടല്ലോ, അസൂയുണ്ടല്ലോ, റിയാ ഉണ്ടല്ലോ, പോരുണ്ടല്ലോ,
എൻ്റെ സ്വഭാവം ശരിയല്ലല്ലോ, പ്രത്യക്ഷത്തിൽ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും എൻ്റെ ബാത്തിന് മോശമാണല്ലോ എന്നുള്ള ചിന്തയുടെ തിരിച്ചറിവ്, ആ ചിന്ത ഒരു മുഅ്മിന മനുഷ്യന് വരണമെങ്കിൽ അവൻ്റെ ബാഹ്യമായ ജവാരിഹ് കൊണ്ട് ചെയ്യുന്ന, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറിയേ പറ്റൂ. എപ്പോഴും കള്ളുകുടിയും പെണ്ണുപൊടിയുമായി നടക്കുന്ന ഒരു മനുഷ്യന് ആ ചിന്ത ഉണ്ടാവില്ല, എൻ്റെ സ്വഭാവം നന്നാകണമെന്നുള്ള ചിന്ത ലഭിക്കൂല. അവന് ആ ബോധോദയം അവന് ഉണ്ടാവാൻ പ്രയാസപ്പെടും. അവന് പ്രയാസമാണ്, അത് ഉണ്ടാവില്ല, അസംഭവ്യം പോലെയാണ്. അതുകൊണ്ട് റജബ് മാസത്തിൽ ജവാരിഹ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ആ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ വിശുദ്ധിയാണ് റജബിൻ്റെ ബർക്കത്ത്, തത്ഹീറുൽ ബദൻ. പിന്നെ ശഅബാനിൻ്റെ ബർക്കത്ത് തത്ഹീറുൽ ഖൽബി, തത്ഹീറുൽ ജനാൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമല്ലാത്ത നമ്മുടെ ഉൾഭാഗം കൽബിലുണ്ടാകുന്ന, കൽബ് കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് വിശുദ്ധമായി മാറി നിൽക്കുക. അത് ശഅബാൻ അവസാനം വരെ ഒരു മനുഷ്യനെ നമ്മൾ കൽബ് കൊണ്ട് ഗീബത്ത് പറയാതെ, കൽബ് കൊണ്ട് തെറ്റിദ്ധരിക്കാതെ, ഇതൊക്കെ വൻ കുറ്റങ്ങളാണ്. ഇങ്ങനെയുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും ശഅബാനിൽ മാറി നിൽക്കാൻ സാധിച്ചാൽ അതാണ് ശഅബാനിൻ്റെ വലിയ ബർക്കത്ത്. ആ വിശുദ്ധി ശഅബാനിൽ കൈവരിച്ചാൽ, ഈ രണ്ട് വിശുദ്ധി കൈവരിക്കുന്ന മനുഷ്യനാണ് റമദാൻ കിട്ടിയിട്ട് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ അവന് പിന്നെ തത്ഹീറുൽ റൂഹ്, അത് തത്ഹീറുൽ ഖൽബ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് റൂഹ് എന്ന് തന്നെ ആരിഫീങ്ങളെ സൂഫിയാക്കളുടെ സാങ്കേതിക ഭാഷയിൽ പറയുക, നഫ്സുൽ അമ്മാറയിൽ നിന്ന് മാറി കൽബ് കൈവരിച്ച് കൽബ് വിശുദ്ധമായതിന് ശേഷമുണ്ടാകുന്നൊരവസ്ഥയാണ് റൂഹ് എന്ന് പറയുന്ന ആ മാനസികാവസ്ഥ. അപ്പോൾ ആ റൂഹിൻ്റെ തൻവീറും ആ റൂഹിൻ്റെ തത്ഹീറുമാണ് റമദാനിൽ നടക്കേണ്ടത്. അപ്പോൾ രണ്ട് വിശുദ്ധികൾ റജബിലും ശഅബാനിലും ലഭിച്ചു കഴിഞ്ഞ മനുഷ്യന് റമദാനിൽ പിന്നെ വരുമ്പോൾ ആ സുയാമ് കൊണ്ടും ആ ഖിയാമ് കൊണ്ടും ആ തിലാവത്തുൽ ഖുർആൻ കൊണ്ടും മനുഷ്യനാകെ ചൈഞ്ചായി. ഈ ചൈഞ്ചായ മനുഷ്യനെ ശവ്വാൽ വരുമ്പോൾ അവന് വീണ്ടും വേണ്ടാത്തതിലേക്ക് പോകാൻ സാധിക്കില്ല, പിന്നീട് അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ശഅബാനിൻ്റെ ബർക്കത്ത്. റമദാനുൽ തത്ഹീർ റൂഹി, സുബ്ദത്തുൽ വായിലിൽ പറഞ്ഞ ഭാഗത്ത് ഞാനൊന്ന് വായിക്കാം. റജബുൽ തത്ഹീറുൽ ബദൻ ശഅബാൻ ലി തത്ഹീറുൽ ഖൽബ് റമദാനു ലി തത്ഹീറുർ റൂഹി ഫഇന്നമൻ യുത്ഹിറുൽ ബദന ഫീ റജബിൻ. എന്താ ഇങ്ങനെ അതിൻ്റെ ഒരു തർത്തീബ് ഘടന വരാൻ കാരണം? റജബിൽ ശാരീരികമായ തെറ്റുകളിൽ നിന്ന് വിശുദ്ധമായ ആൾ യുത്ഹിറുൽ ഖൽബ ഫീ ശഅബാൻ, അവൻ എന്തായാലും ശഅബാനിൽ കൽബിനെ വൃത്തിയാക്കാൻ അവന് സാധിക്കും. എന്ന് പറഞ്ഞാൽ റജബിൽ ശാരീരിക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാത്തവന് എന്തായാലും ശഅബാനിൽ കൽബിൻ്റെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വിശുദ്ധമാക്കാൻ സാധിക്കൂല. വമൻ യുത്ഹിറുൽ ഖൽബ ഫീ ശഅബാൻ, ശഅബാനിൽ കൽബിനെ വിശുദ്ധമാക്കിയവൻ യുത്ഹിറുർ റൂഹ ഫീ റമദാൻ, റമദാനിൽ അവന് റൂഹിനെ, ആത്മാവിനെ വൃത്തിയാക്കാൻ കഴിയും. ഫഇല്ലം യുത്ഹിറുൽ ബദന ഫീ റജബിൻ വൽ ഖൽബ ഫീ ശഅബാന, റജബിൽ ശരീരത്തെയും ശഅബാനിൽ കൽബിനെയും വൃത്തിയാക്കാൻ സാധിക്കാത്തവൻ ഫമതാ യുത്ഹിറുർ റൂഹ ഫീ റമദാൻ, അവൻ എങ്ങനെയാണ് റമദാനിൽ റൂഹിനെ വൃത്തിയാക്കാൻ സാധിക്കുക? അതൊട്ടും സാധിക്കുന്ന കാര്യമല്ല. വലിദാ ഖാല ബഅദുൽ ഹുകമായി, ഇതുകൊണ്ടാണ് ചില സൂഫിയത്ത് പറഞ്ഞത് ഇന്ന റജബ് ലിൽ ഇസ്തിഗ്ഫാരി മിനദ് ദുനൂബ്, റജബ് തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള മാസമാണ് റജബ്. ശഅബാനു ലി ഇസ്ലാഹിൽ ഖൽബി മിനൽ ഉയൂബി, ശഅബാന് കൽബിൻ്റെ അയ്ബുകളെ നന്നാക്കാനുള്ളതാണ്. റമദാനു ലി തൻവീരിൽ ഖുലൂബി, റമദാന് കൽബിനെ തൻവീറാക്കാൻ, തന്നെ റൂഹിനെ തൻവീറാക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഉദ്ധരണി അത് സുബ്ദത്തുൽ വായിനിൽ ഉണ്ട്, ദുർറത്തുൻ നാസീനിൽ പറഞ്ഞതാണെങ്കിലും അത് നല്ലൊരു ഉദ്ധരണിയാണ്. ഇതാണ് നമുക്ക് റജബിൻ്റെയും ശഅബാനിൻ്റെയും ബർക്കത്തായി മനസ്സിലാക്കാൻ പറ്റുന്നതും ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നതുമായ ആശയം. അത് കൊണ്ടുവന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ റബ്ബേ ഞങ്ങൾക്ക് ആ റമദാനിൻ്റെ റജബിൻ്റെ ആ വിശുദ്ധി അത് കൈവരിക്കാൻ തൗഫീക്ക് തരണേ, ശഅബാനിൻ്റെ വിശുദ്ധി അത് കൈവരിക്കാൻ തൗഫീക്ക് തരണേ. എന്നാൽ പിന്നെ വലിയവനാ റമദാൻ എത്തിയാൽ മതി. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ദുആ അങ്ങനെയാണല്ലോ, റമദാൻ എത്തിയാൽ മതി, അത് ഉപയോഗപ്പെടുത്താൻ എന്തായാലും കഴിയും.
അപ്പോൾ റജബിൻ്റെയും ഷാബാൻ്റെയും ബർക്കത്ത് ഇതാണ്, ഈ മുഅയ്യനായ പ്രത്യേക ബർക്കത്താന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എന്തുകൊണ്ട് വബാരിക്കലനാ ഫി റമദാൻ എന്ന് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം അവിടെ വരില്ലല്ലോ. പിന്നെ അതേ സമയത്ത് മിർക്കാത്തുൽ മഫാത്തിഹിൽ ഈ ഹദീസിന് ബർക്കത്തിന് വേറെ കോലത്തിൽ പല ആലിമീങ്ങളും പല കോലത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഏറ്റവും നല്ല ഒരു അഭിപ്രായമാണ് നമ്മൾ ഉദ്ധരിച്ചത്. മിർക്കാത്തുൽ മഫാത്തിഹിൽ പറഞ്ഞത് അല്ലാഹു ബാരിക് ലനാ എന്ന് പറഞ്ഞുകൊടുത്ത് ഫി റജബിൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഫി ത്വാഅത്തിന വ ഇബാദാത്തിന ഫി റജബിൻ വ ഷഅബാൻ, റജബിലും ഷഅബാനിലുള്ള ഞങ്ങളെ ത്വാഅത്തിലും ഇബാദത്തിലും ബർക്കത്ത് ചെയ്യണമെന്നാണ്. അത് നമ്മൾ ഇപ്പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരാൾ ബാഹ്യമായ തെറ്റുകളിൽ നിന്നും കിബിറ്, അസദ്, അസൂയ, പോര്, ലോകമാന്യം തുടങ്ങിയ മോശപ്പെട്ട കൽബിൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്നും മാറിയാലേ അവൻ്റെ വിഭാഗത്തിൽ ബർക്കത്തുണ്ടാവും, ത്വാഅത്തിൽ ബർക്കത്തുണ്ടാവും. എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ മുഴുകുന്ന ബാഹ്യമായ തെറ്റുകൊണ്ട് കൽബിന് വലിയ മോശമായ പ്രതിഫലനം കൽബിനുണ്ടാവുമല്ലോ. ആ ബാഹ്യമായ തെറ്റിൽ മുഴുകുന്ന വ്യക്തിയുടെ കൽബിനിക്ക് വലിയ ഭാരം ഉണ്ടാവും. ഈ കൽബിനിക്ക് വലിയ സിക്കല്, ഭാരം ഉള്ള ആ ഭാരമേറിയ കൽബോണ്ട് ഖുർആൻ ഓതാൻ കഴിയൂല, ഭാരമേറിയ കൽബോണ്ട് സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല, ഭാരമേറിയ കൽബോണ്ട് മൗലിദ് ഓതാൻ കഴിയൂല, ഭാരമേറിയ കൽബോണ്ട് വിത്ർ നിസ്കരിക്കാൻ കഴിയൂല, റവാത്തിബ് നിസ്കരിക്കാൻ കഴിയൂല. അതൊക്കെ വലിയ ഭാരമായിരിക്കും. അപ്പോൾ ഇബാദത്തിലും ത്വാഅത്തിലും റജബിലും ഷഅബാനിലും അങ്ങ് ബർക്കത്ത് ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മുല്ലായിൽക്കാരി പറഞ്ഞത്. ഈ അർത്ഥത്തിലേക്ക്, നമ്മൾ പറഞ്ഞ അർത്ഥത്തിലേക്ക് കൊണ്ടുപോവാ. തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുക, ബാഹ്യമായ തെറ്റെന്നും കൽബിൻ്റെ തെറ്റെന്നും തൗബ ചെയ്യാൻ തൗഫീഖ് ഉണ്ടായാലേ ആ ഇബാദത്തിൽ ബർക്കത്തുണ്ടാവും. റജബിലും ഷഅബാനിലും ഇബാദത്തിൽ ബർക്കത്തുണ്ടാവും. അപ്പോൾ രണ്ടും ഒന്നാന്ന് പറയാം. അതിന് വേറൊരു ഭാഷ അവർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ബല്ലുഗന റമദാൻ ഐ ഇദ്റാകഹു ബി തമാമിഹി വ തൗഫീഖ് ലി സിയാമിഹി വ ഖിയാമിഹി. പിന്നെ മിർക്കാത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞതാണത്. ഇതുപോലെ മിർക്കാത്തിൽ ബാബുൽ ജുമുഅയിലും അല്ലാഹു ബാരിക് ലനാ ഫീ ത്വാഅത്തിന വ ഇബാദത്തിന വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മിർആത്തിലും ഇതേ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മആരിഫുൽ ഇൻആം വ ഫളലി ഷുഹൂരി വൽ അയ്യാം എന്ന് പറഞ്ഞ കിതാബിൽ, അത് ഇബ്നുൽ മിബ്രദ് അൽ ഹംബലി 909 വഫാത്തായ ഇബ്നുൽ മിബ്രദിൻ്റെതാണ്. ആ കിതാബിൽ 95-ാമത്തെ പേജിൽ റജബ്, ഷഅബാൻ, റമദാൻ ഇവയെങ്ങനെ പറഞ്ഞത്? ഷഹ്റു റജബിൻ ഷഹ്റു സറഈ, റജബ് മാസം അത് കൃഷി തുടങ്ങേണ്ട മാസമാണ്, വിത്തിട്ട് കൃഷി തുടങ്ങേണ്ട മാസമാണ്. വഷഹ്റു ഷഅബാൻ ഷഹ്റു സഖീ, ഷഅബാൻ മാസം ആ കൃഷിക്ക് നന കൊടുക്കേണ്ട മാസമാണ്. വഷഹ്റു റമദാൻ ഷഹ്റുൽ ഹസാദി, റമദാൻ മാസം ആ കൃഷി അതിൻ്റെ ഫലം കൈവരിക്കേണ്ട മാസമാണ്. ഇതും നാം പറഞ്ഞത് തന്നെയാണ് ആ പറയുന്നത്. റജബിൽ വിത്തിട്ട് കൃഷി തുടങ്ങേണ്ട മാസം എന്ന് പറഞ്ഞാൽ വിത്തിട്ട് കൃഷി തുടങ്ങേണ്ടത് ഏതാ? വിത്തിട്ട് കൃഷി തുടങ്ങിയാൽ എങ്ങനെ? വിത്തിട്ടുണ്ടെങ്കിൽ ആ വൃത്തിയാക്കണ്ടേ? വിത്തിടുന്ന സ്ഥലം അവിടെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ബാഹ്യമായ തെറ്റെന്ന് മാറുന്ന വ്യക്തിക്ക് വിത്തിട്ട് വൃത്തിയാക്കി അവിടെ ത്വാഅത്ത് തുടങ്ങാൻ സാധിക്കുള്ളൂ. പിന്നെ അങ്ങനെ തുടങ്ങി ഇവിടെ ബാഹ്യമായ തെറ്റെന്നൊക്കെ മാറുന്നു. പക്ഷേ അവൻ്റെ കൃഷിസ്ഥലം എങ്ങനെയാണ്? അവൻ്റെ കൃഷിഭൂമിയിൽ കുറേ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ആ കൃഷി ഉണങ്ങിപ്പോവും. നല്ലതിലേക്ക് മുളച്ച് വന്ന് കൃഷി ഉണങ്ങിപ്പോവും. ആ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായ കെടുമ്പുകളുണ്ട്, മോശത്തരമുണ്ട്, കിബിറ്, അസൂയ, ഉൾനാട്യം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ, റിയായ്, ലോകമാന്യം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വൃത്തിയാവണം. അപ്പോൾ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൽബിയായ മോശത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അർത്ഥം കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ആമൽ പുഷ്പിക്കുള്ളൂ, ഫലവത്താവുള്ളൂ. ആ ഫലവത്തായ ഫലങ്ങൾ കൈവരിക്കാൻ റമദാനിൽ സാധിക്കണമെങ്കിൽ ഈ രണ്ടും ഒരുങ്ങണം. അപ്പോൾ റമദാൻ ഷഹ്റുൽ ഹസാദി, അത് അവൻ ചെയ്ത കൃഷി, അത് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ട മാസമാണ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രയോഗം വക്കീല റജബുൻ അയ്യാമു വറക്കിഹ, റജബ് ഇതൊക്കെ ഒന്നെ ഉദ്ദേശിക്കുന്നത്. അയ്യാമു വറക്കിഹ, റജബ് ചെടികൾക്ക് ഇല ഉണ്ടാകുന്ന മാസമാണ്. ഷഅബാനു അയ്യാമു തഫറുഇഹ, ചെടികൾക്ക് അതിൻ്റെ ചില്ലകൾ ഉണ്ടാകുന്ന മാസമാണ് ഷഅബാന്. റമദാനു അയ്യാമു ഖുതാഫിയ, ആ ചില്ലകളിലൊക്കെ ധാരാളം പഴം ഉണ്ടായി, ഫലങ്ങളുണ്ടായി, അത് പറിച്ചെടുത്ത്
ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് റമദാൻ എന്ന് അങ്ങനെ പറഞ്ഞവരുണ്ട്. എന്നാൽ ഉന്യത്തിൽ ഇമാം ജീലാനി തങ്ങൾ ഗൗസുൽ ആലം തങ്ങളെ ഉന്യത്തിൽ വേറെ ചില പ്രയോഗങ്ങൾ നടത്തിയതായി കാണാം. റജബുൻ ഷഹ്റു തൗബ വ ഷഅബാൻ ഷഹ്റുൽ മഹബ്ബ റമദാനു ഷഹ്റുൽ ഖുർബ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. റജബ് തൗബ ചെയ്യേണ്ട മാസമാണ്. അങ്ങനെയാണല്ലോ, ബാഹ്യമായ തെറ്റ് നമ്മൾ മാറിക്കാന്നുള്ളത് തന്നെയാണല്ലോ തൗബ. ഷഅബാനു ഷഹ്റുൽ മഹബ്ബ, അള്ളാഹി റസൂലി മഹബത്ത് വെക്കേണ്ട, മഹബത്ത് ബാഹ്യമായ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അള്ളാഹി റസൂലി മഹബത്ത് കൂടൽ. അപ്പോൾ അള്ളാഹി റസൂലി മഹബത്ത് വെക്കേണ്ട മാസമാണ് ഷഅബാൻ മാസം. അങ്ങനെ മഹബത്ത് വെക്കുമ്പോഴാണ് അള്ളാഹി റസൂലിൻ്റെ ഉമ്മത്തിനോട്, മുത്തനബിൻ്റെ ഉമ്മത്തിനോട്, അള്ളാഹുവിൻ്റെ അടിമകളോട് ആരോടും പോരും വെറുപ്പും കിബറും അസൂയൊന്നുമില്ലാതിരിക്കുക, റിയാവും ഒന്നും ഇല്ലാതിരിക്കുക. റമദാൻ ഷഹ്റുൽ ഖുർബ, അപ്പോഴേ അള്ളാഹുവിലേക്ക് അടുക്കാൻ റമദാനിൽ കഴിയൂ. പിന്നെ മറ്റൊരു പ്രയോഗം ജീലാനി തങ്ങൾ കുറേ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. റജബ് ലി തെർക്കിൽ ജഫായി, റജബ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അകൽച്ചയെ ഒഴിവാക്കേണ്ട മാസമാണ്. അപ്പോൾ തെറ്റുകളെ കൊണ്ട് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും അകലുന്നത്, ബാഹ്യമായ തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും അകന്നു പോകുന്നു. ആ അകൽച്ച ഒഴിവാക്കേണ്ട മാസമാണ് റജബ്. ഷഅബാനു ലിൽ അമലി വൽ വഫായി, ഷഅബാന് അമൽ ചെയ്യേണ്ട മാസമാണ്. വഫായി എന്ന് പറഞ്ഞാൽ അകന്നുപോയി, ഞാൻ അകലൂല, ഞാൻ അടുത്തു വരാം എന്നുള്ള തീരുമാനം എടുത്തല്ലോ റജബിൽ. ആ തീരുമാനമെടുത്ത ആ തീരുമാനത്തെ പൂർത്തിയാക്കി വീട്ടേണ്ട, അത് പാലിക്കേണ്ട മാസമാണ് ഷഅബാന്. അങ്ങനെ ചെയ്താലോ റമദാനുലി സിദ്ഖി വൽ വസ്സഫായി, റമദാനിൽ അത് സാക്ഷാത്കരിക്കുകയും സാദിഖാണ്, തൻ്റെ വാദത്തിൽ സാദിഖാണ്, തൗബയിൽ സാദിഖാണ് എന്ന് വരുത്തുകയും വസ്സഫ, മനസ്സിന് അവൻ്റെ കൽബിനേക്ക് പൂർണ്ണമായ വിശുദ്ധി നേടുകയും ചെയ്യേണ്ട, തെളിച്ചം നേടുകയും ചെയ്യേണ്ട മാസമാണ് റമദാൻ. ഇതും ജീലാനി തങ്ങൾ പറഞ്ഞ അർത്ഥം. വീണ്ടും പറഞ്ഞു റജബുൻ ഷഹ്റുൽ ഹുർമ, ഷഅബാനു ഷഹ്റുൽ ഖിദ്മ, റമദാനു ഷഹ്റുൻ നിഅമ. റജബ് ഷഹ്റുൽ ഹുർമത്തി, അത് ബഹുമാനമുള്ള മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഷഹ്റുല്ലാഹിൽ അസബ് എന്ന് റജബിന് പേരുണ്ടല്ലോ, ഷഹ്റുല്ലാഹിൽ അസബ്. അപ്പോൾ റജബിനൊരു ബഹുമാനമുണ്ട്. അപ്പോൾ റജബ് മാസം വന്നാൽ തന്നെ മുഅ്മിനീങ്ങൾ ഇനി തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, റജബിനെ ബഹുമാനിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഹുർമത്തിൽ തൗബ ചെയ്ത് റജബിൽ ഉഷാറായി നിൽക്കണം. ഷഅബാനു ഷഹ്റുൽ ഖിദ്മ, ആ തെറ്റുകളിൽ നിന്ന് മാറി, റജബ് തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പിന്നെ ഷഅബാനിൽ അള്ളാഹു തആലാക്കും റസൂലിനുള്ള ഖിദ്മത്തിലായി മുഴുകണം. റമദാനു ഷഹ്റുൻ നിഅമ, അപ്പോൾ അള്ളാഹു തആല റമദാനിൽ ആ വ്യക്തിക്ക് നല്ല നിഅമത്തുകൾ കൊടുക്കും, അവൻ്റെ കൽബിന് നൂറ് കൊടുക്കും, അവന് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ഖുർബത്താവാൻ അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല കൊടുക്കും. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. റജബുൻ ഷഹ്റുൽ ഇബാദത്തി, ഷഅബാനു ഷഹ്റുൽ സഹാദത്തി, റമദാനു ഷഹ്റുൽ സിയാദത്തി. അങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട്. റജബുൽ ഇബാദത്ത് ചെയ്ത് തുടങ്ങണം, ഷഅബാന് ആ ഇബാദത്ത് സുഹുദായി മാറണം, റമദാന് അള്ളാഹു തആല എന്നാൽ അവൻ്റെ ആത്മീയതയിൽ സിയാദത്ത് നൽകും. റജബുൻ ഷഹ്റുൻ യുളായിഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്, ഷഅബാനു ഷഹ്റുൻ തുകഫറു ഫീഹി സയ്യിആത്ത്, റമദാനു ഷഹ്റുൻ തുൻതളറു ഫീഹിൽ കറാമാത്ത്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. റജബുൻ ഷഹ്റു സാബിഖീൻ, ഷഅബാനു ഷഹ്റുൽ മുഖ്തസിദീൻ, റമദാനു ഷഹ്റുൽ ആസീൻ. റജബ് മാസം ഷഅബാനിനെ അപേക്ഷിച്ച് ഷഅബാൻ്റെ മാത്രം റജബിനില്ല, റമദാനിലേക്ക് ഇങ്ങനെ അടുക്കുകയാണല്ലോ. റമദാനിൻ്റെ മാത്രം ഷഅബാനിനില്ല. അപ്പോൾ വലിയ ആളുകൾ, മഹത്തുക്കൾ, അവരേക്ക് എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കപ്പെടാനുള്ള മാസമാണ് റജബ്. അത് റജബ് കൊണ്ട് തന്നെ പൊറുക്കപ്പെട്ടു. പിന്നെ ആ സാബിഖീൻ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്താത്ത മീഡിയം സ്റ്റാൻഡേർഡിലുള്ള ആളുകൾ, മുഖ്തസ്വിദീൻ, അവർക്ക് അവരുടെ അബദ്ധങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാസമാണ് ഷഅബാൻ. റമദാന് ഷഹ്റുൽ ആസീൻ, താഴ്ന്ന പടിയിലുള്ള മോശക്കാരായ ആളുകൾ, വലിയ തെറ്റുകളൊക്കെ ചെയ്തു പോയ ആളുകൾ, അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കാനുള്ള മാസമാണ്. സംഗതി അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുക്കം അങ്ങനെ ഒരുങ്ങും വേണം. പക്ഷേ ഈ പറഞ്ഞത് ഈ ഒരു വാക്കിൽ, ഈ ഒരു പ്രയോഗത്തിൽ പറയുന്നത് റജബ് ഷഅബാൻ മാസത്തിലും റമദാൻ മാസത്തിലും അള്ളാഹു തആല
എല്ലാ തെറ്റുകളുള്ള ആളുകൾക്ക് ആ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നു. പിന്നെ റജബുൻ അസ്സനത്തു ഷജറത്തുൻ, റജബുൻ അയ്യാമു ഈറാഖിഹ വ ഷഅബാനു അയ്യാമു ഇസ്മാരിഹ വ റമദാനു അയ്യാമു ഖുതോഫിഹ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥമാണ്. വഖീല ഖുസ്സ റജബും ബിൽ മഗ്ഫിറത്തി മിനല്ലാഹ്, റജബിൽ ദോഷം പൊറുക്കുന്നുണ്ട്. വ ഷഅബാനു ബി ഷഫായത്തി, ഷഅബാനിൽ പ്രത്യേക ഷഫായത്തുണ്ട്. റമദാനു ബി തദഈഫിൽ ഹസനാത്ത്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളും ജീലാനി തങ്ങൾ ഉന്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതുമായ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥമാണ്. ആ അർത്ഥത്തിലേക്ക് തന്നെയാണ് മറ്റുള്ള എല്ലാ പ്രയോഗങ്ങളും പോകുന്നത് എങ്കിലും നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയ, വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ അർത്ഥം റജബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബർക്കത്ത് ബാഹ്യമായ തെറ്റുകൾ, ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് മാറി നിന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് കിട്ടുക. അതാണ് ആത്മീയ അഭിവൃദ്ധി റജബിൻ്റെ. ഷഅബാനിൻ്റെ ആത്മീയ അഭിവൃദ്ധി ബർക്കത്ത് അത് കൽബിൽ വരുന്ന മോശമായ ചിന്തകൾ, കൽബിൻ്റെ ദുസ്വഭാവങ്ങൾ, ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ്, ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് അവൻ്റെ ഇബാദത്ത് സാധുവാകുള്ളൂ. അപ്പോൾ പിന്നെ റമദാൻ വന്നാൽ റമദാൻ നോമ്പും റമദാൻ ഖിയാമും റമദാനിൽ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അത് അല്ലാഹു തആല ഖബൂലാകുന്ന രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്താണ്?